തമിഴ്നാട് നീലഗിരി ചേരമ്പാടി വനത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയതിന്റെ റിപ്പോർട്ടുകൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അത് വയനാട് സ്വദേശി ഹേമചന്ദ്രനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ 2024 മാർച്ചിൽ വയനാട് സ്വദേശി ഹേമചന്ദ്രനെ പെൺസുഹൃത്തിനെ കൊണ്ട് ഫോണിൽ മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോയി എന്നാണ് ഭാര്യ ഇപ്പോൾ അവരുടെ പരാതി നേരത്തെ കിട്ടിയിരുന്നത്. ഈ സംഭവ സ്ഥലത്തു നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ സുർജിത്ത് അയ്യപ്പത്ത് നൽകും. ദീപക് ധർമ്മടം കേസിന്റെ വിശദാംശങ്ങളുമായി കോഴിക്കോട്ട് നിന്നും ചേരുന്നു. സുർജിത്ത്, അവിടുത്തെ തെരച്ചിൽ, അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ ചുരുൾ അഴിഞ്ഞു എന്ന് നമുക്ക് പറയാവുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ സുർജിത്ത്? 100% ചുരുളഴിഞ്ഞു. അതായത് കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എല്ലാം തന്നെ ദീപക് ധർമ്മടം പങ്കുവയ്ക്കും. ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചേരമ്പാടിയാണ്. ചേരമ്പാടി എന്ന് പറയുന്ന പ്രദേശം അത് വയനാട്ടിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന അന്തർ സംസ്ഥാന പാതയാണിത്. പൂർണ്ണമായും വനമേഖലയും തോട്ടമേഖലയും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഇവിടെയാണ് ഈ മൃതദേഹം. ഹേമചന്ദ്രൻ എന്ന ബത്തേരി സ്വദേശിയാണ്. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് അടുത്താണ് താമസിച്ചിരുന്നത്. മുണ്ടക്കത്താഴത്തായിരുന്നു താമസിച്ചിരുന്നത്. എന്തായാലും സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇന്ന് രാവിലെ മുതലാണ് ഈ ചേരമ്പാടി വനമേഖല കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ തമിഴ്നാട് പോലീസും ഒപ്പം തന്നെ കോഴിക്കോട് നിന്നെത്തിയ പോലീസ് സംഘവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് നടത്തിയത്. ഏറ്റവും ഒടുവിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അതായത് ഈ പ്രതികളിൽ ഒരാൾ ഈ ഇതിനകത്തുണ്ട്, വനത്തിന് അകത്ത് ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അയാൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടെ പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. എന്തായാലും വലിയ ഒരു കേസിന്റെ ചുരുളാണ് നിലവിലിപ്പോൾ അഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇന്ന് രാവിലെ മുതൽ തന്നെ സ്നിഫർ ഡോഗുകളെ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് വനമേഖല കേന്ദ്രീകരിച്ച് നടത്തിയത്. ഇത് ഒരു അരും കൊല തന്നെയാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം തന്നെ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തെ ക്രൂരമായി കാറിലിട്ടുകൊണ്ട് ക്രൂരമായി മർദ്ദിച്ച ശേഷം കൊലപ്പെടുത്തിയ ശേഷം ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടുകയാണ് ഉണ്ടായത്. ഈ രാത്രി കാലങ്ങളിലൊന്നും തന്നെ അധികം ആൾ സഞ്ചാരമില്ലാത്ത പ്രദേശമാണ്. പ്രത്യേകിച്ച് ആനയും മറ്റും ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് ഈ ചേരമ്പാടി. ഈ റോഡ് എന്ന് പറയുന്നത് രാത്രിയിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ പൂർണ്ണമായ ആനകളും മറ്റും ഇറങ്ങുന്ന ഒരു പ്രധാന വഴിയാണിത്. അതുകൊണ്ട് തന്നെ ആൾത്തിരക്കില്ലാത്ത ഒരു മേഖല നോക്കിയാണ് മൃതദേഹം കുഴിച്ചിട്ടത് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണമാണ് നമുക്ക് ഈ കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞതിലൂടെ നമുക്ക് വ്യക്തമായിരിക്കുന്നത്. അല്പസമയം മുമ്പ് തമിഴ്നാട് വനംവകുപ്പിലെ ACF ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും വനമേഖലയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവർ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥ സംഘം വനത്തിനകത്തേക്ക് പോവുകയാണ്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനും പറ്റും. അതിനുവേണ്ടി തയ്യാറെടുപ്പ് അവിടെ നടക്കുന്നു. ഈ തൊട്ടപ്പുറത്ത്, അതായത് വനത്തിൻ്റെ തൊട്ട് താഴെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ റോഡിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ചതുപ്പ് പോലുള്ള ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്താണ് ഇങ്ങനെ ഒരു കൊലപാതകം നടന്ന് മൃതദേഹം കുഴിച്ച് മൂടിയ നിലയിൽ കണ്ടെത്തിയ സ്ഥിതിയിലേക്കുള്ളത്. ഇതിൽ കേസുമായി ബന്ധപ്പെട്ട് 3 പ്രതികളുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഈ 3 പ്രതികളിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തരത്തിലുള്ള വിവരം കൂടിയുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ദീപക് ധർമ്മടം പങ്കുവയ്ക്കും. ഈ അതിനിർണായകമായ ഒരു കേസ്, ആ കേസിൻ്റെ ചുരുൾ കൃത്യമായ രീതിയിൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന് അതിൻ്റെ ചുരുളഴിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ACP ഉമേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ പരിശോധനകൾ ആരംഭിച്ചത്. അതിൽ സ്റ്റിഫർ ഡോഗുകളടക്കം ഉപയോഗിച്ചുകൊണ്ട് 2 നായ്ക്കളെയാണ് എത്തിച്ചത്. ആ 2 നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടാണ് പരിശോധന നടത്തിയത്. ഇതിനൊപ്പം തന്നെ തമിഴ്നാട് പോലീസും തമിഴ്നാട്ടിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഈ തെരച്ചിലിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട് ACF ആണ് ഇവിടെ നിന്ന് പോകുന്നത്. ഈ മേഖലയുടെ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥനാണ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമാണ് ഇപ്പോൾ ഈ വനത്തിനകത്തേക്ക് പോകുന്നത്. എന്തായാലും വനത്തിനകത്തു നിന്നും ACP ഉൾപ്പെടെയുള്ളവരുടെ സംഘം വനത്തിനകത്തുണ്ട്. അവർ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. ആ എത്തിച്ചേരുന്ന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ACP ഉമേഷ് തന്നെ വ്യക്തമാക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം.